കുറുക്കന്റെ കഥ ഇവിടെ തുടങ്ങുന്നു. മഹാരാജൻ, ഞാൻ അങ്ങേക്ക് ഒരു കഴുതയെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അവന് അങ്ങയെ ഭയമാണ്. അതിനാൽ അകത്തേക്ക് വരില്ല. അത് സാരമില്ല, ഞാൻ തന്നെ അവന് വന്ന് സ്വാഗതം ചെയ്യാം. സിംഹം വിശന്നു വലഞ്ഞിരിക്കുകയായിരുന്നു. കഴുതയെ കണ്ടപ്പോൾ തൻ്റെ ക്ഷീണത്തിൻ്റെ കാര്യമൊക്കെ സിംഹം മറന്നു. അവൻ കഴുതയുടെ നേരെ ചാടിച്ചെന്നു. കഴുത പെട്ടെന്ന് ഒഴിഞ്ഞുമാറി ജീവനും കൊണ്ടോടി. സിംഹം ദേഷ്യപ്പെട്ടു. കുറുക്കന്റെ നേരെ അലറി, പോകൂ, ആ കഴുതയെ തിരികെ കൊണ്ടുവരൂ, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും. ദയവ് ചെയ്ത് എന്നോട് കോപിക്കരുത്, കുറുക്കൻ പറഞ്ഞു. ഞാൻ വീണ്ടും ശ്രമിക്കാം. കുറുക്കൻ വീണ്ടും കഴുതയുടെ അടുത്ത് ചെന്നു. നീയൊരു മണ്ടനാണ്, നീ എന്തിനാണ് ഓടിപ്പോയത്? അവൻ ചോദിച്ചു. സിംഹത്തിനെ കണ്ടപ്പോൾ ഞാൻ പേടിച്ചുപോയി, കഴുത പറഞ്ഞു. ഞാൻ കരുതി അദ്ദേഹം എന്നെ കൊല്ലാൻ പോവുകയാണെന്ന്. ഓ, എത്ര ക്രൂരമായ കണ്ണുകളും കൂർത്ത പല്ലുകളുമാണ് അദ്ദേഹത്തിന്. കുറുക്കൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്തൊരു മണ്ടനാണ് നീ! സിംഹത്തിന് കൂർത്ത പല്ലുകളുണ്ടെന്നാണോ നീ കരുതുന്നത്? നോക്കൂ, എനിക്കും കൂർത്ത പല്ലുകളുണ്ട്. സ്വന്തം മന്ത്രിയെ എന്തിനാണ് സിംഹം കൊല്ലുന്നത്? കുറുക്കൻ തുടർന്നു. അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട എന്തോ കാര്യം നിന്നോട് പറയാനുണ്ടായിരുന്നു. പക്ഷെ നീ ഓടിപ്പോയി. നീ എന്നെ കൂടി കുഴപ്പത്തിലാക്കി. സിംഹം എന്നോട് കോപിച്ചിരിക്കുകയാണ്. ദയവ് ചെയ്ത് അദ്ദേഹത്തോട് ക്ഷമ ചോദിക്കൂ. നീ ഇങ്ങനെ പെരുമാറിയാൽ മറ്റു മൃഗങ്ങൾ നിന്നെ എങ്ങനെ ബഹുമാനിക്കും? കഴുതയ്ക്ക് സന്തോഷമായി. അവൻ സിംഹത്തിന്റെ ഗുഹയിലേക്ക് പോകാൻ തീരുമാനിച്ചു. സിംഹം ആകാംക്ഷയോടെ കുറുക്കന്റെയും കഴുതയുടെയും വരവിനായി കാത്തിരുന്നു. രണ്ടുപേരും ഗുഹയിലെത്തി. സിംഹം കഴുതയോട് പറഞ്ഞു, സുഹൃത്തെ, നീ വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നീ എന്തിനാണ് എന്നെ പേടിക്കുന്നത്? നീ ഓടിപ്പോകേണ്ടതില്ലായിരുന്നു. ഞാൻ നിന്നെ എന്തും മന്ത്രിയാക്കും. നിയമിച്ചതാണ്. അടുത്തു വരൂ, എനിക്ക് നിന്നോട് പ്രധാനപ്പെട്ട ഒരു രഹസ്യം പറയാനുണ്ട്. കഴുത അടുത്തു വരേണ്ട താമസം സിംഹം കഴുതയുടെ മേലേക്ക് ഒറ്റച്ചാട്ടം. ഒരു നിമിഷത്തിനുള്ളിൽ കഴുതയുടെ കഥ കഴിഞ്ഞു. കുറുക്കന്റെ കൗശലത്തെ സിംഹം വാനോളം പുകഴ്ത്തി. പക്ഷെ കുറുക്കൻ ഒരു ചതിയനായിരുന്നു. അവൻ പറഞ്ഞു, മഹാനായ രാജാവേ, അങ്ങ് വിശന്നിരിക്കുകയാണ്. പുഴയിൽ പോയി ഒന്ന് മുങ്ങി കുളിച്ചു വരൂ. അത് അങ്ങയുടെ വിശപ്പ് കൂട്ടും. അതിനുശേഷം അങ്ങ് കഴുതയെ ഭക്ഷിച്ചുകൊള്ളൂ. നീ പറഞ്ഞത് ശരിയാണ്, സിംഹം പറഞ്ഞു. ഞാൻ കുളിച്ചിട്ട് വരാം. അതുവരെ കഴുതയെ നീ നോക്കിക്കൊള്ളണം. ഇതും പറഞ്ഞ് സിംഹം പുഴക്കരയിലേക്ക് നടന്നു. കുറുക്കന് വിശന്നു പൊരിഞ്ഞിരിക്കുകയായിരുന്നു. അവൻ ചിന്തിച്ചു, കഴുതയെ ഇവിടെ കൊണ്ടുവന്നത് ഞാനാണ്. ഇല്ലെങ്കിൽ സിംഹത്തിന് കഴിക്കാൻ ഒന്നും കാണില്ലായിരുന്നു. ഏറ്റവും സ്വാദേറിയ ഭാഗം ഞാൻ കഴിക്കും. എനിക്ക് അവകാശപ്പെട്ടതാണ് അത്. കഴുതയുടെ തല കുറുക്കൻ പൊട്ടിച്ചു. ആർത്തിയോടെ അവൻ തലച്ചോറ് അകത്താക്കി. തിരിച്ചു വന്ന സിംഹം കഴുതയുടെ തല പൊട്ടിയിരിക്കുന്നത് കണ്ട് ദേഷ്യം കൊണ്ട് വിറച്ചു. ആരാണ് ഇവിടെ വന്നത്? അവൻ അലറി. കഴുതയുടെ തല എന്തുകൊണ്ടാണ് പൊട്ടിക്കിടക്കുന്നത്? പാവത്തിനായി അഭിനയിച്ചുകൊണ്ട് കുറുക്കൻ പറഞ്ഞു. തിരുമനസ്സേ, ഞാൻ വളരെ ശ്രദ്ധയോടെയാണ് കാവൽ നിന്നത്. കഴുതയെ ആരും തൊടുക പോലും ചെയ്തിട്ടില്ല. സിംഹം കുറുക്കന്റെ വാക്കുകൾ വിശ്വസിച്ചു. എങ്കിലും അവൻ ദേഷ്യത്തോടെ ചോദിച്ചു, കുറുക്ക, കഴുതയുടെ തലച്ചോറിനെ പറ്റി? കുറുക്കൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മഹാരാജൻ, കഴുതയ്ക്ക് തലച്ചോറുണ്ടായിരുന്നെങ്കിൽ അവൻ അങ്ങയുടെ അടുത്തേക്ക് വരുമായിരുന്നോ? പറഞ്ഞത് ശരിയാണല്ലോ, സിംഹം ചിന്തിച്ചു. ഒന്നും മിണ്ടാതെ അവൻ കഴുതയെ ഭക്ഷിച്ചിട്ട് തന്റെ ഗുഹയിലേക്ക് കയറിപ്പോയി. കഥ ഇവിടെ പൂർണ്ണമാകുന്നു.